Good morning. So let's start today by Stokes' theorem. Introduction. Green's theorem of the preceding section has two vector forms. In this and in section 9.16, we shall generalize these forms to three dimensions. So നമ്മൾ ഗ്രീൻസ് തിയറത്തിൻ്റെ പ്രിസൈഡിങ് സെക്ഷനിൽ ഗ്രീൻസ് തിയറത്തിൻ്റെ രണ്ട് വെക്ടർ ഫോംസ് എന്താണെന്ന് കണ്ടു. സോ ഈ സെക്ഷനിലും ഇനിയുള്ള സെക്ഷനിലും നമ്മൾ അതിൻ്റെ 3 ഡയമെൻഷണൽ ജനറലൈസേഷൻ ആണ് കാണാൻ പോകുന്നത്. സോ വെക്ടർ ഫോം ഓഫ് ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറത്തിൻ്റെ വെക്ടർ ഫോം എന്താണെന്ന് നോക്കാം. If capital F of xy is equal to Vxyi plus Qxyj is a two-dimensional vector field, then curl F is equal to del cross F, that is equal to determinant of ijk dou by dou x dou by dou y dou by dou z, that is del എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് dou by dou x അത് ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ ആണല്ലോ ഈ ഡെല്ല്. അപ്പോൾ അതെന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് ആണ്. എഫിൻ്റെ കമ്പണൻസ് എന്ന് പറയുന്നത് പി ക്യു സെറ്റ് കമ്പണൻറ്റ് 0 ആണ്. സോ ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ ഇങ്ങനെയല്ലേ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡോ ക്യു ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ കെ എന്ന് കിട്ടും. സോ ഫ്രം 12 and 13 of section 9.8, Green's theorem can be written in vector notation as integral. So from 12 and 13 of section 9.8, Green's theorem can be written in vector notation as integral over c f dot dr is equal to integral over c f dot t ds, that is equal to double integral over r curl f dot k dA. So line integral over c f dot dr, that is equal to line integral over c f dot t ds. നമുക്ക് സെക്ഷൻ 9.8 ഇക്വേഷൻ 12ഉം 13ഉം റെഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് അതെന്ന് പറയുന്നത് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ കേൾ എഫ് ഡോട്ട് കെ ഡി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ദി tangential component of f is the double integral of the normal component of curl f. അതായത് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ദി ടാൻജൻഷ്യൽ കമ്പണൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് ദി നോർമൽ കോമ്പണൻറ്റ് ഓഫ് കേൾ എഫ്. കേൾ എഫിൻ്റെ നോർമൽ കോമ്പണൻറ്റിൻ്റെ ഡബിൾ ഇൻറ്റഗ്രൽ ആയിരിക്കും ഇതെന്ന്. സോ ഗ്രീൻസ് തിയറം ഇൻ 3 ഡയമെൻഷണൽ സ്പേസ് എന്താ പറയുന്നത്? The vector form of Green's theorem given in equation 1 relates a line integral around a piecewise smooth simple closed curve C. അതായത് നമുക്ക് ഇക്വേഷൻ 1ലുള്ള ഗ്രീൻസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എന്താ പറയുന്നത്? ഒരു ലൈൻ ഇൻറ്റഗ്രൽ അറൗണ്ട് എ piecewise smooth simple closed curve C forming the boundary of a plane region R. അതിന് നമ്മൾ ഡബിൾ ഇൻറ്റഗ്രലോട്ടുള്ള ഒരു കൺവേർഷനാണ് പറയുന്നത് ഓവർ ആർ ആണ്. ഗ്രീൻസ് തിയറം ഇൻ 3 dimensional space relates a line integral around a piecewise smooth simple closed curve C forming the boundary of a surface S with a surface integral over S. അപ്പോൾ 3 ഡയമെൻഷനിലുള്ള ഗ്രീൻസ് തിയറം എന്തിനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ഒരു ലൈൻ ഇൻറ്റഗ്രൽ അറൗണ്ട് എ പീസ്വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി ഫോമിങ്. ആ സി എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി ഫോം ചെയ്യും ഓഫ് ദി സർഫസ് എസ്. ഈ സർഫസ് എസിൻ്റെ ഒരു ബൗണ്ടറി ഫോം ചെയ്യും ആ സി എന്ന് പറയുന്ന കർവ് വിത്ത് എ സർഫസ് ഇൻറ്റഗ്രൽ ഓവർ എസ്. സപ്പോസ് z is equal to f of xy എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. whose graph is a piecewise smooth orientable surface over a region R on the xy plane. സോ z is equal to f of xy എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. whose graph is a piecewise smooth orientable surface over a region R on the xy plane. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്താണ്? ഒരു piecewise smooth orientable surface ആണ് over a region R on the xy plane ആണ്. Let C form the boundary of S and let the projection of C onto the xy plane. അപ്പോൾ ഈ C എന്ന് പറയുന്നത് നമ്മുടെ എസിൻ്റെ ബൗണ്ടറി ഫോം ചെയ്യുന്നുണ്ട്. ഇനി let C form the boundary of S and let the projection of C onto the xy plane form the boundary of R.
സിയുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ XY പ്ലെയിനിലുള്ള ആറിൻ്റെ ബൗണ്ടറിയാണ് സിയുടെ പ്രൊജക്ഷൻ തരുന്നത്. അങ്ങനെയാണെങ്കിൽ ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓൺ സി ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ദി ഓറിയന്റേഷൻ ഓഫ് ദി സർഫസ് എസ്. അപ്പോൾ സിയുടെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എസിൻ്റെ ഓറിയന്റേഷൻ അനുസരിച്ച് ഇരിക്കും. ആൻഡ് ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓൺ സി കറസ്പോണ്ട്സ് ടു ദി ഡയറക്ഷൻ എ പേഴ്സൺ വുഡ് ഹാവ് ടു വാക്ക് ഓൺ സി ടു ഹാവ് ഹിസ് ഓർ ഹെർ ഹെഡ് point in the direction of the orientation of the surface while keeping the surface to the left. അത് നമ്മൾ പോസിറ്റീവ് ഓറിയന്റേഷൻ അറിയാലോ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സർഫസ് വരുന്ന രീതിയിൽ ഏത് ഡയറക്ഷൻ ആണോ ആ ഡയറക്ഷനാണ് പോസിറ്റീവ് ഓറിയന്റേഷൻ ഉണ്ടാവുക. സോ മോർ പ്രിസൈസ്ലി ദി പോസിറ്റീവ് ഓറിയന്റേഷൻ ഓഫ് സി ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അറിയാലോ. ഇഫ് ദി തമ്പ് ഓഫ് ദി റൈറ്റ് ഹാൻഡ് points in the direction of the orientation of the surface, then roughly the fingers of the right hand wrap around the surface in the positive direction. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഫൈനലി ടി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് tangent vector to C ആണ് that points in the positive direction. The three-dimensional form of Green's theorem which we now give is called Stokes theorem after the Irish mathematical physicist George S. Stokes. അപ്പോൾ നമുക്ക് three-dimensional form of Green's theorത്തിനെയാണ് നമ്മൾ ഈ Stokes theorem എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. സോ ഇതാണ് Stokes theorem. Theorem 9.1411. The Stokes theorem. Let S be a piecewise smooth orientable surface bounded by a piecewise smooth simple closed curve C. അപ്പോൾ S എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ piecewise smooth orientable surface ആണ്. അത് ബൗണ്ടഡ് ബൈ എ piecewise smooth simple closed curve C ആണ്. Let f of xyz is equal to pxyzi plus qxyzj plus rxyzk be a vector field for which p, q and r are continuous and have continuous first partial derivatives in a region of 3 space containing S. So f of xyz lo namukku pxyzi qxyzj plus rxyzk ആണെന്ന് എടുത്തു. അതൊരു വെക്റ്റർ ഫീൽഡ് ആണ് ഫോർ വിച്ച് പിയും ക്യൂവും ആറും എന്താണ് കണ്ടിന്യൂസ് ആണ്. മാത്രമല്ല അവർക്ക് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട് നമ്മുടെ 3-dimensional സ്പേസ് കണ്ടെയ്നിങ് എസിൽ. ഇഫ് സി ഈസ് ട്രാവേഴ്സ്ഡ് ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ, അപ്പോൾ സിക്ക് നമ്മൾ പോസിറ്റീവ് ഓറിയന്റേഷൻ ആണ് കൊടുക്കുന്നത്. ദെൻ ലൈൻ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ലൈൻ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. വേർ എൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് നോർമൽ ടു എസ് ആയിരിക്കും ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഓറിയന്റേഷൻ ഓഫ് എസ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇനി അതിൽ പാർഷ്യൽ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. Suppose the surface S is oriented upward and is defined by a function z is equal to f of xy. അപ്പോൾ എസിന് അപ്വേർഡ് ഓറിയന്റേഷൻ ആണുള്ളത്. അതിന് നമ്മൾ z is equal to f of xy എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഈ z is equal to f of xyക്ക് എന്തുണ്ട്? കണ്ടിന്യൂസ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫ്രം ഡെഫിനിഷൻ 9.7.1 വി ഹാവ് കേൾ എഫ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു അത് നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ് ഐ പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് മൈനസ് ഡോ ആർ ബൈ ഡോ എക്സ് ജെ പ്ലസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ കെ ആണ്. അപ്പം furthermore, if we write g of xyz is equal to z minus f of xy equal to 0. അപ്പോൾ നമ്മൾ g of xyz എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്നുള്ള ഫോർമുല എഴുതുമ്പോൾ നമുക്ക് z minus f of xy ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നോർമൽ എന്നെ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഡെൽ ജി ബൈ നോം ഓഫ് ഡെൽ ജി ആണ്. സോ ഇവിടെ ഡെൽ ജി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോരും
മൈനസ് എഫ് ഓഫ് എക്സ് വൈ ആയത് കാരണം ഇവിടെ ഒരു നെഗറ്റീവ് വരും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും. വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും. ബൈ അതിൻ്റെ നോം എടുത്തു. അപ്പോൾ ഹെൻസ് ഡബിൾ ഇൻറ്റിഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റിഗ്രൽ ഓവർ ആർ. നമ്മൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കേൾ എഫിന് ഉള്ള ഫോർമുല നമ്മൾ മുന്നേ കണ്ടുവച്ചു. ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് എൻ, കേൾ എഫ് ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് എൻ ആണ്. ആ റിസൾട്ടാണ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡി എ. Our goal is now to show that line integral over C f dot dr reduces to this equation 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഫ് സി ഓഫ് എക്സ് വൈ ഇസ് ദി പ്രൊജക്ഷൻ ഓഫ് സി ഓൺ ടു ദി എക്സ് വൈ പ്ലെയിൻ, നമ്മൾ കർവ് സീനെ എക്സ് വൈ പ്ലെയിനോട്ട് പ്രൊജക്റ്റ് ചെയ്യാണ്. അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഈക്വൽ ടു വൈ ഓഫ് ടി ആണെന്ന് എടുത്തു. where t varies between a and b, then the parametric equations for C are x is equal to x of t, y is equal to y of t, z is equal to എഫ് ഓഫ് എക്സ് ടി ആയിരിക്കും, എഫ് ഓഫ് എക്സ് ടി വൈ ടി ആയിരിക്കും. വേർ എ വേരീസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ദസ് ലൈൻ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഇൻറ്റഗ്രൽ ഓവർ സി എന്തായി മാറും? പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ പ്ലസ് ആർ ഡി സെറ്റ്. കാരണം എഫ് എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ പ്ലസ് ആർ ആണല്ലോ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു ലൈൻ ഇൻറ്റഗ്രൽ എ ടു ബി പി dx by dt plus q dy by dt plus r into dou f by dou x dx by dt plus dou f by dou y dy by dt dt. ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ റിസൾട്ട് വന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് സി പി പ്ലസ് ആർ ഡോ എഫ്, അതായത് ഡി എക്സ് ബൈ ഡി ടി കോമൺ എടുത്തു, ഡി വൈ ബൈ ഡി ടി കോമൺ എടുത്തു. ആ ഡി ടിയും ഈ പുറത്തുള്ള ഡി ടിയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ഡി എക്സ് പ്ലസ് ഡി വൈ എന്നുള്ള ഫോർമുല ആയി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ പ്ലസ് ആർ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ഇങ്ങനെ കിട്ടും. Now dou by dou x of q plus r into dou f by dou y എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ്, അതായത് ഇതിനെ നമ്മൾ കമ്പണൻസ് ആക്കി കൊടുത്തു. ക്യൂ ഓഫ് എക്സ് വൈ, എഫ് ഓഫ് എക്സ് വൈ, ആർ എഫ് എക്സ് വൈ, അതായത് ക്യൂവും ആറും ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആയത് കാരണം നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ചെയിൻ റൂളും പ്രൊഡക്റ്റ് റൂളും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ എഴുതുന്നു. സിമിലർലി ഓരോ ടേമിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തെടുക്കുകയാണ്. ലാസ്റ്റ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ ഇത് നമുക്ക് എന്ത് വരും? നമ്മുടെ മുന്നേ കണ്ടുവച്ച ഇക്വേഷൻ 3യുമായിട്ട് സിമിലർ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്സ് തിയറം ട്രൂ ആണെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. വെരിഫൈങ് സ്റ്റോക്സ് തിയറം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. Let S be the part of the cylinder. Z is equal to 1 minus x square for 0 less than or equal to x less than or equal to 1. So S എന്ന് പറയുന്നത് നമ്മുടെ Z is equal to 1 minus x square എന്ന് പറയുന്ന സിലിണ്ടറിൻ്റെ ഒരു പാർട്ടാണ്. വേറെ 0 മുതൽ 1 വരെയാണ് എക്സ് വേരി ചെയ്യുന്നത്. y എന്ന് പറയുന്നത് -2 മുതൽ 2 വരെയാണ് വേരി ചെയ്യുന്നത്. വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ ദി വെക്ടർ ഫീൽഡ് എഫ്. വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട് എക്സ് വൈ ഐ പ്ലസ് വൈ zj plus xzk ആണ്. assume s is oriented upward. So the surface is the curve C which is composed of the union of C1, C2, C3 and C4 and the region R are shown in figure. So നമ്മുടെ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ C1, C2, C3, C4 എന്ന് പറഞ്ഞാൽ നമ്മൾ, അതായത് അതിന്റെ ബൗണ്ടറി ആണല്ലോ നമ്മുടെ ഈ കർവ് എന്ന് പറയുന്നത്. ഈ ബൗണ്ടറി റീജിയൻ ആണ് നമ്മുടെ കർവ്. സോ ആ ബൗണ്ടറിനെ നമ്മൾ 3 കർവായി ഡിവൈഡ് ചെയ്തു. C1, C2, C3, C4 എന്ന് പറഞ്ഞ് 3 കർവായി ഡിവൈഡ് ചെയ്തു. ഇനി അത് 4 കൂടെ സെപ്പറേറ്റ് കണ്ട് ആഡ് ചെയ്താൽ മതി. സോ സർഫസ് ഇന്റഗ്രൽ ഫ്രം എഫ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ ഐ പ്ലസ് വൈ സെഡ് ജെ പ്ലസ് xzk. വി ഫൈൻഡ് കേൾ എഫ് എന്ന് പറയുന്നത് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിറ്റർമിനന്റ് ijk, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. എഫിന്റെ കമ്പണൻസ് എക്സ് വൈ, വൈ സെഡ്, എക്സ് സെഡ്. സോ
സോ കേൾ എഫ് നമുക്ക് കിട്ടി. ഇനി now if g of xyz എന്ന് പറയുന്നത് equal to 0 എന്നുള്ള ഫോമിൽ നമ്മൾ എഴുതാണ്. ദാറ്റ് ഈസ് z plus x square minus 1 equal to 0 എന്നുള്ള ഫോമിൽ എഴുതി ഡിഫൈൻസ് ദി സിലിണ്ടർ. അതിന്റെ അപ്പർ നോർമൽ എന്ന് പറയുന്നത് del g by norm of del g ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ഇങ്ങനെ കിട്ടും. therefore double integral over s curl f dot n, curl f ഉം കിട്ടിയിട്ടുണ്ട് n ഉം കിട്ടിയിട്ടുണ്ട്. സോ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, അതിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ s ഇങ്ങനെ കിട്ടും. now to evaluate the latter surface integral use 5 of section 9.13. double integral over s minus 2xy minus x by root of 4x square plus 1 ds എന്ന് പറയുന്നത് is equal to double integral over r minus 2xy minus x dA ആണ്. അത് നമ്മൾ 9.13 സെക്ഷനിൽ ഇക്വേഷൻ 5 യൂസ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റുന്നത്. നിങ്ങളതൊന്ന് റെഫർ ചെയ്യണം. എന്നിട്ട് ഇതിൽ നമ്മൾ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ 0 മുതൽ 1 വരെയും -2 മുതൽ 2 വരെയാണ് നമ്മുടെ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ വരുന്നത്. കാരണം എക്സിന്റെ വേരിയേഷനും വൈൻ്റെ വേരിയേഷനും തന്നിട്ടുണ്ട് അവർ. എക്സ് 0 to 1 ഉം y -2 മുതൽ 2 വരെയാണ്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് -2. So for line integral, we write line integral over c is equal to line integral over c1 plus line integral over c2 plus line integral over c3 plus line integral over c4. On c1 നമുക്ക് എന്താണ്, c1ൽ ഇതാണ് നമ്മുടെ c1. സോ ഓൺ c1 നമുക്ക് x equal to 1 വരും, z equal to 0 വരും. അപ്പോൾ dx 0 വരും, dz ഉം 0 വരും. on c1 xy പ്ലെയിനിലാണ്. സോ x കമ്പണന്റ് 1 ഉം z കമ്പണന്റ് 0 ആയിരിക്കും. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 0 കിട്ടും. therefore line integral over c1 y of 0 plus y of 0 dy plus 0 എന്ന് കിട്ടും. സോ ദിസ് is equal to 0. on c2 നമുക്ക് എന്താണ്, c2 എന്ന് പറയുന്ന കർവ് ഇതാ ഈ കർവാണ്. സോ ഇത് yz പ്ലെയിനിലല്ലേ കിടക്കുന്നത്. അപ്പോൾ on c2 നമുക്ക് y equal to 2 ഉം z equal to 1 minus x square ആണ്. അപ്പോൾ dy എന്ന് പറയുന്നത് 0 കിട്ടും, dz minus 2x dx കിട്ടും. സോ on c2 line integral over c2 2x dx plus 2 into 1 minus x square into 0 plus അതായത് നമ്മൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഓരോന്ന് സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. സിമിലർലി നമുക്ക് ഓൺ c3 c4 ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും, ഇന്റഗ്രൽ ഓവർ xy dx plus yz dy plus xz dz എന്ന് പറയുന്നത് ഈക്വൽ ടു ഇത് 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -2 എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത സമയത്തും കിട്ടിയത്. അതെ. സോ നമുക്ക് സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാൻ പറ്റി. സിമിലർ ഒരു എക്സാമ്പിളും കൂടി തന്നിട്ടുണ്ട്. evaluate line integral over c z dx plus x dy plus y dz where c is the trace of the cylinder x square plus y square equal to 1 in the plane y plus z is equal to 2. Orient c counterclockwise as viewed from above. ഇത് നമ്മൾ മേലെ ചെയ്ത സെയിം എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. This is a simple example. So do it as a homework. Okay, thank you.